നമസ്കാരം. ഇന്ന് ഞാനുള്ളത് ബേക്കൽ ഫോർട്ടിലാണ്. കാസർഗോഡിലെ ബേക്കൽ എന്ന സ്ഥലത്തുള്ള ഒരു വളരെ പ്രശസ്തമായ ഒരു ഫോർട്ടാണ് ബേക്കൽ ഫോർട്ട്. അപ്പോൾ അവിടത്തേക്കാണ് ഞാൻ പോകുന്നത്. അതിനെക്കുറിച്ചുള്ള വീഡിയോസാണ് ഇന്നുള്ളത്. നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. ഇതാണ് ബേക്കൽ കോട്ടയുടെ കവാടം. ബേക്കൽ ഫോർട്ടിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയാം കാഴ്ചകൾ കാണുന്നതിന് മുമ്പ്. അപ്പോൾ ബേക്കൽ ഫോർട്ട് എന്ന് പറയുന്നത് ഈ കേരളത്തിലെ ഏറ്റവും വലിയൊരു ഫോർട്ടാണ്. 40 ഏക്കറോളം സ്ഥലം അതിനുണ്ടെന്നാണ് ഗൂഗിൾ പറയുന്നത്. അപ്പോൾ ബേക്കലിൻ്റെ ചരിത്രം നായക് മുതൽ കോലത്തിരി, അത് കടന്ന് പിന്നെ മൈസൂരിലെ ടിപ്പു സുൽത്താൻ്റെ കീഴിൽ വന്നു. പിന്നെ ടിപ്പു സുൽത്താൻ മൈസൂർ ഡൈനസ്റ്റി പരാജയപ്പെട്ടപ്പോഴാണ് ബ്രിട്ടീഷുകാർ ഇത് കൈക്കലാക്കിയത്. ബ്രിട്ടീഷുകാരുടെ ഹബ്ബായിരുന്നു ലാസ്റ്റ്. അവിടെ നിന്ന് ഇന്ത്യ ഗവൺമെൻറ് കീഴിൽ വന്നു. അപ്പോൾ അതാണ് ചരിത്രം. ഒത്തിരി ഉണ്ട്. പ്രധാനമായിട്ടും ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷുകാരല്ല നിർമ്മിച്ചത്. ശിവപ്പ നായക് എന്ന ഒരു നായക് ഡൈനാസ്റ്റി ഉണ്ടായിരുന്നു. ആ നായക് രാജവംശത്തിൽ നിന്ന് അവരാണ് നിർമ്മിച്ചത്. അത് പിടിച്ചെടുക്കുകയാണ് ബ്രിട്ടീഷുകാർ ചെയ്തത്. അത് നേരെ മറിച്ച് കണ്ണൂർ ഫോർട്ട് പോർച്ചുഗീസുകാർ നിർമ്മിച്ചത് തന്നെയായിരുന്നു. ഇതങ്ങനെയല്ല. ഇത് ഇന്ത്യ രാജവംശം തന്നെയാണ് ഇത് നിർമ്മിച്ചത്. ബാക്കി കാഴ്ചകളൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ പോയി കാണാം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ബേക്കൽ ഫോർട്ട് പാലിക്കേരി 8 മണി മുതൽ 5 മണി വരെയാണ്. എൻട്രി ഫീ 25 രൂപയാണ്. ഫോറിനേഴ്സിന് കൂടുതലാണ് 300. ഇതിനുള്ളൊരു ചെറിയൊരു അമ്പലമുണ്ട്, ശ്രീ മുഖ്യ പ്രാണ ടെമ്പിൾ ആണ്. മെയിൻ എൻട്രൻസ് നേരത്തെ കണ്ടതല്ല. ഓ അടിപൊളിയാണ്. അവർക്ക് നല്ല കയറ്റമുണ്ട്. ഇനി താഴെ ഇറക്കാം. ഞാൻ വീഡിയോ എടുക്കാം. കാഴ്ചകൾ അവസാനിച്ചു എന്ന് വിചാരിച്ചാണ്, പക്ഷെ അതല്ല, ഇനിയുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നടക്കാം. അപ്പോൾ ഇനി കുറച്ച് കാഴ്ചകൾ കാണാം. എൻ്റെ ഇടയിൽ പോയിട്ട് നമുക്ക് ബീച്ച് വ്യൂ. അടിപൊളി.
അന്റെ അനിയത്തി എടുത്തു അതിന്റെ ചേച്ചി വാ താഴെ ഇറങ്ങിട്ടാ അതാണ് വെക്കേ അതാണ് വെക്കേ ഇവിടെ നല്ലൊരു വ്യൂ.